നേരത്തെ നമ്മളെ കണ്ടീഷൻ പ്രോബിലിറ്റിയുടെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം എങ്ങനെയാണ്. അപ്പോൾ probability that A solve a problem in statistics is 2/5 and probability that B solve is 3/8. If they try independently, find the probability that both solve the problem. ഓക്കെ, ഇവിടെ എന്താ നമുക്ക് എ എന്ന് പറഞ്ഞ വ്യക്തി സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് 2/5 ആണ്. ബി എന്ന് പറഞ്ഞ വ്യക്തി സോൾവ് ചെയ്യാനുള്ളത് 3/8 ആണ്. അതാണ് പി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 2/5 ആണ്. പി ഓഫ് ബി എന്ന് പറയുന്നത് 3/8 ആണ് അല്ലേ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രൈ ചെയ്തു രണ്ടുപേരും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? ബോത്ത് സോൾവ് ദ പ്രോബ്ലം. ബോത്ത് എന്ന് പറയുമ്പോൾ എയും ബിയും ബോത്ത് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇവിടെ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ബോത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് കണ്ടുപിടിക്കണം. പിന്നെ നൺ സോൾവ് ദ പ്രോബ്ലം. ഒറ്റ ആൾക്കാരും ചെയ്യാൻ പാടില്ല. ഒറ്റക്ക് ചെയ്യാൻ രണ്ട് പേരും ചെയ്യാൻ പാടില്ല. രണ്ട് പേരും ചെയ്യാൻ പാടില്ല പറയുമ്പോൾ എന്താ അവരവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും എ കോംപ്ലിമെൻ്റ് വരും, ബി കോംപ്ലിമെൻ്റ് വരും. രണ്ട് പേരും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് വരും. ഓക്കെ, ഇനി അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദ പ്രോബ്ലം. നമ്മൾ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി. അപ്പോൾ ഓർ വരും, ഒന്നെങ്കിൽ എ ഓർ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ബി. അപ്പോൾ ഓർ വരുമ്പോൾ എന്താ വരിക? പി ഓഫ് എ യൂണിയൻ ബി. ഓക്കെ, നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയത് നമുക്ക് എടുത്ത് എഴുതുക. പി ഓഫ് എ സിക്കൽ ടു 2/5, പി ഓഫ് ബി സിക്കൽ ടു 3/8, പി ഓഫ് എ കോംപ്ലിമെൻ്റ് സിക്കൽ ടു 1 മൈനസ് പി ഓഫ് എ. അതായത് 1 മൈനസ് 2/5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/5 കിട്ടും. ഇനി പി ഓഫ് ബി കോംപ്ലിമെൻ്റ് എത്രയാണ്? 1 മൈനസ് പി ഓഫ് ബി. അപ്പോൾ 1 മൈനസ് 3/8 പറയുമ്പോൾ 8 മൈനസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, നമുക്ക് ഉത്തരത്തിൽ കിട്ടി 5/8 കിട്ടി. അപ്പോൾ നമുക്ക് എന്താ? പി ഓഫ് എ കിട്ടി, പി ഓഫ് ബി കിട്ടി, പി ഓഫ് എ കോംപ്ലിമെൻ്റ് കിട്ടി, പി ഓഫ് ബി കോംപ്ലിമെൻ്റ് കിട്ടി. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. പ്രോബിലിറ്റി ഓഫ് ബോത്ത് സോൾവ് ദ പ്രോബ്ലം. രണ്ട് പേരും സോൾവ് ചെയ്യാനുള്ള ചാൻസസ് ഞാൻ പറഞ്ഞു. രണ്ട് പേരും പറയുമ്പോൾ എന്താ വരിക? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് വരിക. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇക്വേഷനിലേക്ക് വരുമ്പോൾ എന്താ വരിക? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി സിക്കൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. പി ഓഫ് എ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പി ഓഫ് ബി നമുക്ക് അറിയാം. രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2/5 ഇൻറ്റു 3/8 ഈക്വൽ ടു 6/40 ഈക്വൽ ടു ചെറുതാക്കുമ്പോൾ 3/20 നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം. രണ്ട് പേരും സോൾവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സോൾവ് ചെയ്യാൻ പാടില്ല പറയുമ്പോൾ എയുടെ കേസിൽ എ കോംപ്ലിമെൻറ്റും ബിയുടെ കേസിൽ ബി കോംപ്ലിമെൻറ്റാണ് വരിക. രണ്ട് പേരും ചെയ്യാൻ പാടില്ല പറയുമ്പോൾ രണ്ട് പേരും ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ അവിടെ ഇൻ്റർസെക്ഷനാണ് വരിക. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇസിക്കൽ ടു എത്ര? പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ 3/5 ഇൻറ്റു 5/8 ഈക്വൽ ടു 15/14 ഈക്വൽ ടു 3/8. ഓക്കെ, ഇതാണ് നമ്മുടെ പി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം. ഈ പി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദ പ്രോബ്ലം. ഏതെങ്കിലും ഒരാൾ സോൾവ് ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി അല്ലേ, ഏതെങ്കിലും ഒരാൾ ചെയ്യാനുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ? ഓർ അല്ലെങ്കിൽ ഓർ വരുമ്പോൾ എന്താ വരിക? പി ഓഫ് എ യൂണിയൻ ബി ആണ് വരിക. പി ഓഫ് എ യൂണിയൻ ബി സിക്കൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് അതിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2/5 പ്ലസ് 3/8 മൈനസ് 3/20 ഈക്വൽ ടു നമ്മുടെ 2/5 പ്ലസ് 3/8 ചെയ്യുമ്പോൾ നമുക്ക് 31/40 കിട്ടും. അപ്പോൾ 31/40 മൈനസ് 3/20. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3/20 നമ്മൾ ഡിനോമിനേറ്റർ 40 എന്നുള്ളത് സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3/20 താഴെയും മുകളിലും ഇൻറ്റു 2 ചെയ്യണം. എന്തിനാണ്? നമ്മുടെ 31/40 എന്നുള്ളതിൻ്റെ ഡിനോമിനേറ്ററായ 40ക്ക് തുല്യമാക്കാൻ വേണ്ടിയിട്ട് 3/20 ഇൻറ്റു 2 ചെയ്യണം നമ്മൾ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 31/40 മൈനസ് 6/40 എന്ന് കിട്ടി. നമുക്ക് ബേസ് ആയിട്ട് നമുക്ക് അവിടെ മൈനസ് ചെയ്യാം. അപ്പോൾ 31 മൈനസ് 6 25 വരും. 40 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ എടുത്തെഴുതുക. അപ്പോൾ 25/14 ഈക്വൽ ടു കട്ട് ചെയ്ത് കളയുമ്പോൾ 5/8 കിട്ടി. ഓക്കെ, നമ്മൾ നേരത്തെ കേസ് പറഞ്ഞു. എന്താ? മുമ്പൊക്കെ നമ്മൾ പഠിച്ച പോലെ തന്നെ അറ്റ്ലീസ്റ്റ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1 മൈനസ് നണ്ണ് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ പി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക? പി ഓഫ് 1 മൈനസ് പി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം ചെയ്യാം. നമ്മളപ്പോൾ ഓൾറെഡി നമ്മൾ പി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 3/8. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ 1 മൈനസ് 3/8 നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5/8 നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദ പ്രോബ്ലം കിട്ടും. നമുക്ക് ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദ പ്രോബ്ലം ചെയ്യുമ്പോൾ പി ഓഫ് എ യൂണിയൻ ബി കൊടുത്തിട്ട് നമ്മുടെ ഇക്വേഷൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ 1 മൈനസ് പി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം വെച്ചിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട്. ഏത് നമുക്ക് ഈസി ചെയ്യും, നിങ്ങൾക്ക് ഏതാ ഈസി അല്ലെങ്കിൽ ഏതാണ് മനസ്സിലാക്കാൻ എളുപ്പം അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ.
ഒരു ക്വസ്റ്റ്യൻ നോക്കുക. എ ക്യാൻ ഹിറ്റ് എ ടാർഗറ്റ് 2 times വിത്ത് 5 ഷോട്ട്സ്. എക്ക് 5 ഷോട്ടിൽ നിന്ന് 2 കൊള്ളിക്കാൻ പറ്റും. ബിക്ക് 4 ഷോട്ടിൽ നിന്ന് 3 കൊള്ളിക്കാൻ പറ്റും. സിക്ക് എങ്ങനെയാണ് 5 ഷോട്ടിൽ നിന്ന് 8 ഷോട്ടിൽ നിന്ന് 5 കൊള്ളിക്കാൻ പറ്റും. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ എന്താ, ഇഫ് ദേ ഫയർ അറ്റ് എ വാലി വാട്ട് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഹിറ്റ്. അറ്റ്ലീസ്റ്റ് നമ്മൾ അവരൊരു വാലിയിൽ വെച്ചിട്ട് ഫയർ ചെയ്യാച്ചിട്ട് ഒരാളെങ്കിലും കൊള്ളിക്കാനുള്ള ചാൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പി ഓഫ് എന്നാണ് പിടിക്കുക. പി ഓഫ് എന്ന് വെച്ചാൽ എന്താ, പ്രോബിലിറ്റി ഓഫ് എ ഗെറ്റിംഗ് എ ടാർഗറ്റ്, ഹിറ്റ് എ ടാർഗറ്റ് അല്ലേ. അപ്പോൾ എയുടെ കേസ് എന്താ, 5 ഷോട്ടിൽ നിന്ന് 2 കൊള്ളിക്കും അപ്പോൾ നമ്മുടെ പി ഓഫ് എ എന്ന് പറയുന്നത് 2/5 ആണ്, 5ൽ 2. പി ഓഫ് ബി എങ്ങനെയാണ്, 4 ഷോട്ടിൽ നിന്ന് 3 കൊള്ളിക്കും. അപ്പോൾ പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 3/4. പി ഓഫ് സി എന്ന് പറഞ്ഞാൽ 8 ഷോട്ടിൽ നിന്ന് 5 കൊള്ളിക്കും. പി ഓഫ് സി ഈക്വൽ ടു 5/8. ഓക്കെ, ഇപ്പോൾ പി ഓഫ് എ കിട്ടി, പി ഓഫ് ബി കിട്ടി, പി ഓഫ് സി കിട്ടി. നമ്മളിപ്പോൾ ഈ 2/5 എന്ന് കണ്ടുപിടിച്ച് നമ്മൾ മറ്റേ ആദ്യത്തെ പ്രോബിലിറ്റി ഇക്വേഷനിൽ ഏതാ M/N ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ കേസസ്. അപ്പോൾ ഏറെ കേസിൽ ടോട്ടൽ കേസ് എത്രയാണ്, 5 ആണ്. എത്ര കൊള്ളിക്കും, 2. അപ്പോൾ 2 ഫേവറബിൾ കേസസ്. അപ്പോൾ M/N 2/5. അങ്ങനെയാണ് ബി ഡിയും സിയുടെ കണ്ടുപിടിച്ചത് കേട്ടോ. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് എന്താ, പി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഹിറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നെങ്കിൽ നമുക്കപ്പോൾ അറ്റ്ലീസ്റ്റ് ചോദിച്ചാൽ എന്താ ചെയ്യുക, നമ്മൾ 1 മൈനസ് പി ഓഫ് നണ്ണ് ചെയ്യാം. പി ഓഫ് നണ്ണ് ഹിറ്റെന്ന് പറയുമ്പോൾ 3 പേരും കൊള്ളിക്കാതിരിക്കാനുള്ള ചാൻസസ് 1 നമ്മൾ മൈനസ് ചെയ്യാം. അപ്പോൾ 3 പേര് കൊള്ളിക്കാതിരിക്കാനുള്ള ചാൻസ് ഏതാ, പി ഓഫ് നൺ ഓഫ് ദം ഹിറ്റ് ഈസ് ഇക്വൽ ടു പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് അല്ലേ. ഒറ്റ ആൾക്കാരും കൊള്ളിക്കാതിരിക്കാനുള്ള പ്രോബിലിറ്റി പറയുന്നത്. നമുക്ക് അപ്പോൾ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും സി കോംപ്ലിമെൻറ്റും കണ്ടുപിടിക്കുക. എ കോംപ്ലിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ നമുക്ക് കിട്ടി, 3/5 എന്ന് കിട്ടി. പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ 1 മൈനസ് പി ഓഫ് ബി 1 മൈനസ് 3/4 ഈക്വൽ ടു 1/4 കിട്ടി. പി ഓഫ് സി കോംപ്ലിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ 1 മൈനസ് പി ഓഫ് സി ഈക്വൽ ടു 1 മൈനസ് 5/8 ഈക്വൽ ടു 3/8 നമുക്ക് കിട്ടി അല്ലേ. നമ്മളിപ്പോൾ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളിതൊക്കെ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ് കിട്ടി സ്ഥിതിക്ക് നമ്മൾ അതിൻ്റെ നേരെ എന്ത് ചെയ്യുക, പി ഓഫ് നൺ ഓഫ് ദം ഹിറ്റ് ദ ടാർഗറ്റ് നമ്മൾ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 3/5 ഇൻറ്റു 4/5 ഇൻറ്റു 3/8 ചെയ്യുക. എന്നിട്ട് നമ്മൾ 1 മൈനസ് 3/5 ഇൻറ്റു 1/4 ഇൻറ്റു 3/8. അപ്പോൾ നമ്മുടെ 1 മൈനസ് പി ഓഫ് നൺ എത്ര വരിക, 9/160 വരും അല്ലേ. 1 മൈനസ് 9/160 വരുമ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 160 മൈനസ് 9/160 ഈസ് ഇക്വൽ ടു 151/160 കിട്ടും. 151 ഡിവൈഡ് ബൈ 160 ആണ് എന്ത്, നമ്മുടെ പി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഹിറ്റ് ദ ടാർഗറ്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ എ കോളേജ് ദർ ആർ 5 ലേഡി ലെക്ചേഴ്സ്. എമംഗ് ദം 3 ആർ ഡോക്ടറേറ്റ്സ്. 5 ലേഡി ലെക്ചേഴ്സ് ഉണ്ട്, അതിൽ 3 പേർക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. ഇഫ് ദ കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് 3 ഓഫ് ദം ഈസ് ഫോംഡ്. 3 പേരുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 2 ആർ ഡോക്ടറേറ്റ്സ്. 3 പേരുള്ള കമ്മിറ്റി രൂപീകരിച്ച് കഴിഞ്ഞാൽ അതിൽ 2 പേരെങ്കിലും ഡോക്ടറേറ്റ് ഉള്ളവരാവാനുള്ള ചാൻസ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ടോട്ടൽ ഔട്ട്കം ആദ്യം കണ്ടുപിടിക്കാം. ടോട്ടൽ ഔട്ട്കം എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട്, 5 ടീച്ചേഴ്സ് ഉണ്ട്. 5 ടീച്ചേഴ്സ് നമുക്ക് എത്ര പേരുള്ള കമ്മിറ്റി രൂപീകരിക്കേണ്ടത്, 3 പേരുള്ള. അപ്പോൾ 5 ടീച്ചേഴ്സിന് 3 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 5C3 ആണ് അല്ലേ. 5C3 ആണ് നമ്മുടെ ടോട്ടൽ ഔട്ട്കം. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദം ആർ ഡോക്ടറേറ്റ്സ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്, അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഡോക്ടറേറ്റ് ഉള്ളവരായിരിക്കണം ആവാനുള്ള ചാൻസ് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കുക, അറ്റ്ലീസ്റ്റ് 2 doctorates means that we have to consider 2 of the selected lectures are doctorates and all the 3 selected lectures are doctorates അല്ലേ. നമ്മളിപ്പോൾ 3 പേര് സെലക്ട് ചെയ്തു, 2 പേരെങ്കിലും ടീച്ചേഴ്സ് ആവാനുള്ള ചാൻസ് പറയുമ്പോൾ, അറ്റ്ലീസ്റ്റ് 2 പേര് ടീച്ചേഴ്സ് ആണെന്ന് പറയുമ്പോൾ എന്താ അവിടെ ചാൻസസ് വരിക, ഒന്നെങ്കിൽ 2 പേര് ഡോക്ടറേറ്റ് ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ 3 പേർക്കും ഡോക്ടറേറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് പറയുമ്പോൾ 2 പേർക്കെങ്കിലും പറയുന്നത് 2 പേരെങ്കിലും മിനിമം വേണം. അപ്പോൾ 3 പേരായാലും കുഴപ്പമില്ല, 2 പേരാണ് മിനിമം വേണ്ടത്. അപ്പോൾ നമ്മുടെ ചാൻസ് എത്ര വരിക, നമുക്ക് സെലക്ട് ചെയ്ത 3 പേരിൽ 2 ആൾ ഡോക്ടറേറ്റ് ഉള്ളതും വരും, അതുപോലെ തന്നെ 3 ആൾക്കും ഡോക്ടറേറ്റ് ഉള്ളത് വരും. അപ്പോൾ 2 ചാൻസസ് നമുക്കിവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ ചാൻസുകൾ എന്തെടുക്കുക, എന്ന് പറഞ്ഞവൻ്റെ 2 ഓഫ് ദ സെലക്ടഡ് ലെക്ചേഴ്സ് ആർ ഡോക്ടറേറ്റ് നമ്മൾ എടുക്കുക. ബി എന്ന് പറഞ്ഞവൻ്റെ ഓൾ ദ 3 സെലക്ടഡ് ലെക്ചേഴ്സ് ആർ ഡോക്ടറേറ്റ് നമ്മൾ എടുക്കുക. നമുക്ക് ഇവൻ്റെ എയും കിട്ടി, ഇവൻ്റെ ബിയും കിട്ടി. സോ ഇവൻ്റെ ഇവൻ്റെ എ എന്ന് പറഞ്ഞാൽ എന്താ, 2 പേര് ഡോക്ടറേറ്റ് ഉള്ളവരാണ്, ഒരാൾക്ക് അപ്പോൾ ഡോക്ടറേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ 2 പേര് ഡോക്ടറേറ്റ് ഉള്ളത് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ഡോക്ടറേറ്റ് ഉള്ളവരുണ്ട്, 3 പേരുണ്ട്. 3 പേരിൽ 2 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ അവിടെ കോമ്പിനേഷൻ എന്താ വരിക,
മൂന്ന് ഡോക്ടറേറ്റിൽ വരുന്ന 2 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ 3C2 ഇൻറ്റു ബാക്കി നമുക്ക് ഡോക്ടറേറ്റ് ഇല്ലാത്ത എത്ര പേരുണ്ട് 5 2 പേർക്ക് ഡോക്ടറേറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഡോക്ടറേറ്റ് ഇല്ലാത്ത എത്ര പേർക്ക് വേണം ഒരാളുള്ളൂ, ഡോക്ടറേറ്റ് ഇല്ലാത്ത ഒരാളേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കോമ്പിനേഷൻ വരാം 2C1. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവൻ്റ് എയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 3C2 ഇൻറ്റു 2C1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിയുടെ ഇവൻറ്റിൽ ഞാൻ വരാം. ബിയുടെ കേസ് നോക്കാം. ബിയുടെ കേസിൽ ഓൾ 3 സെലക്ടഡ് ലെക്ചേഴ്സ്, 3 പേര് നമ്മൾ സെലക്ട് ചെയ്ത 3 പേര് ലെക്ചേഴ്സാണ്. നമുക്കുള്ള നമ്മുടെ ക്വസ്റ്റിൽ എന്നുള്ളത് എങ്ങനെയാണ് 3 ലെക്ചേഴ്സിനാണ് ഡോക്ടറേറ്റ് ഉള്ളത്. അപ്പോൾ ഡോക്ടറേറ്റുള്ള 3 പേര് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ബി എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക ബി എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ എന്താ വരിക 3C3. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റിനിലേക്ക് പോവുക. പി ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഡോക്ടറേറ്റ്സ്, 2 പേർക്കെങ്കിലും ഡോക്ടറേറ്റ്സ് ഉണ്ടാവണം എന്ന് പറയുമ്പോൾ എന്താ പി ഓഫ് 2 or 3 ഡോക്ടറേറ്റ്സ്, പ്രോബിലിറ്റി ഓഫ് 2 അല്ലെങ്കിൽ 3 ഡോക്ടറേറ്റ്സ് ഉള്ളത്. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി അല്ലേ. അപ്പോൾ പി ഓഫ് എ നമ്മുടെ പി ഓഫ് എ എന്ന് പറയുന്നത് 3C2 ഇൻറ്റു 2C1 ഡിവൈഡ് ബൈ ടോട്ടൽ കോമ്പിനേഷൻ ഔട്ട്കം ആയിട്ടുള്ള 5C3. അപ്പോൾ 3C2 ഇൻറ്റു 2C1 ഡിവൈഡ് ബൈ 5C3 പ്ലസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ 3C3 ബൈ 5C3. നമുക്ക് കിട്ടി നമ്മുടെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അതുപോലെ തന്നെ 2C1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഡിവൈഡ് ബൈ 5C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞെന്നുള്ളതായിട്ട് കോമ്പിനേഷനൊക്കെ കാണാൻ നമുക്ക് അറിയില്ലേ, മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞെന്നുള്ള കാരണം എക്സ്പ്ലെയിൻ ചെയ്യാത്തതാണ് കേട്ടോ. അപ്പോൾ 3C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരിക 3 ആണ്. 2C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഡിവൈഡ് ബൈ 5C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. പ്ലസ് 3C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ 1 ആണ് വരിക. 5C3 എന്ന് പറഞ്ഞാൽ 10 ആണ് വരിക. നമുക്ക് വരാം നമ്മുടെ രണ്ടിൻ്റെയും പി ഓഫ് എയും കിട്ടി, പി ഓഫ് ബിയും കിട്ടി. നമ്മളതിനെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ പി ഓഫ് അറ്റ്ലീസ്റ്റ് ഉള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ബേസ് തിയറാണ്. നമുക്ക് മിക്കതും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ബേസ് തിയർ എന്താണെന്ന് കേട്ടോ. ബേസ് തിയർ എന്ന് വെച്ചാൽ പ്രോബ്ലം ചോദിക്കാറ് കൂടുതലും. അപ്പോൾ നോക്കുക, ലെറ്റ് എസ് ബി ദ സാമ്പിൾ സ്പേസ്. നമുക്കുള്ള എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ് വിചാരിക്കുക. B1 B2 B3 Bn ആർ ദ n മ്യൂച്വലി പാർട്ടീഷൻ്റെ എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. B1 B2 B3 എന്ന് പറയുന്നത് എസ് എന്ന് പറഞ്ഞ സാമ്പിൾ സ്പേസിലെ മ്യൂച്വലി പാർട്ടീഷൻഡ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. ലെറ്റ് എ ബി എൻ ഇവൻറ്റ് ഓഫ് എസ്. എ എന്ന് പറയുന്നത് എസ്സിൽ ഇവൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പി ഓഫ് ബി ഐ ഗിവൺ എ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത് പി ഓഫ് ബി ഐ ഗിവൺ എ. എ എന്ന് പറയുന്നത് എസ്സിലൊരു ഇവൻ്റ് ആണെങ്കിൽ ആ ഇവൻ്റ് എ എന്ന് പറഞ്ഞ ഇവൻ്റ് B1 എന്നാണോ B2 എന്നാണോ B3 എന്നാണോ വരാനുള്ള ചാൻസ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പി ഓഫ് ബി ഐ ഗിവൺ എ ഈക്വൽ ടു പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ ഡിവൈഡ് ബൈ n സിഗ്മ ഐ ഈക്വൽ ടു 1 പി ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ് തിയറത്തിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബേസ് തിയറം ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ബേസ് തിയറത്തിൽ നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ എക്സാമായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കുക, 3 മെഷീൻസ് എ ബി ആൻഡ് സി പ്രൊഡ്യൂസേഴ്സ് 60, 30, 10% റെസ്പെക്റ്റീവ്ലി. എയും ബിയും സി എന്ന് പറഞ്ഞ മെഷീൻസ് 60, 30, 10 എന്നിങ്ങനെ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ എ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 2% ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരും. ബിയുടെ കേസിൽ വെച്ച് 3% വരും. സോറി, ബിയോടെ ആഡ് ചെയ്തിട്ടില്ല. ബിയുടെ കേസിൽ 3% ആട്ടോ ഡിഫക്റ്റീവ്. അപ്പോൾ ബിയുടെ കേസിൽ 3% ഡിഫക്റ്റീവ് വരും. സിയുടെ കേസിൽ 4% ഡിഫക്റ്റീവ് വരും. ഓക്കെ, ഇനി ഇവിടെ പറയുകയാണ് എ ഐറ്റം ഈസ് ചൂസൺ റാൻഡംലി ഫ്രം ദ ടോട്ടൽ പ്രൊഡക്ഷൻ. നമ്മൾ ഒരു ഐറ്റം നമ്മൾ ചൂസ് ചെയ്തു. ഈ ചൂസ് ചെയ്ത ഐറ്റം എന്ന് പറയുന്നത് ഡിഫക്റ്റീവാണ്. അപ്പോൾ ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഐറ്റം മെഷീൻ എ എന്ന് വരാനുള്ള ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മെഷീൻ ബി എന്ന് വരാനുള്ള ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് കം ഫ്രം മെഷീൻ സി. ഈ 3 മെഷീൻസ് വരാനുള്ള ചാൻസ് ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ 3 മെഷീൻസ് ചോദിച്ചിട്ടുള്ള കാരണം 3 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബേസ് ചെയ്യാൻ വെച്ച് കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ട് നമ്മൾ എടുത്ത് എഴുതാം. ഏതാ B1 എന്ന് വെച്ചാൽ നമ്മുടെ മെഷീൻ ബി എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 60 ആണ്. B2 എന്ന് പറയുന്നത് 30 ആണ്. BC എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, B3 എന്ന് പറയുന്നത് 10 ആണ്. ഈ പ്രോബിലിറ്റി ഓഫ് B1, അതായത് മെഷീൻ എ എന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ എങ്ങനെ വരിക പ്രോബിലിറ്റി പറയുന്നത് 60/100 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ 60% നമ്മൾ പെർസെൻറ്റേജ് മാറ്റുക. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി കിട്ടും. പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 60 നമ്മൾ പെർസെൻറ്റേജ് മാറ്റുക പറയുമ്പോൾ അതിനെ by100 ചെയ്താൽ മതി. അപ്പോൾ 60/100 ചെയ്തിട്ടുള്ളൂ 0.6 കിട്ടി. പ്രോബിലിറ്റി ഓഫ് B2 മെഷീൻ ബിയുടെ കാര്യത്തിൽ 13/100 0.3 കിട്ടി. പ്രോബിലിറ്റി ഓഫ് B3 മെഷീൻ B3യുടെ കാര്യത്തിൽ നമുക്ക് എന്ത് കിട്ടി 10/100 0.1 കിട്ടി.
പി ഓഫ് B1 എന്ന് പറയുന്നത് 0.6 കിട്ടി, പി ഓഫ് B2 പറയുന്നത് 0.3 കിട്ടി, പി ഓഫ് B3 എന്ന് പറയുന്നത് 0.1 കിട്ടി. നമ്മുടെ ഡിഫക്റ്റീവ് കേസ്, അപ്പോൾ എ എന്ന് പറഞ്ഞ ഇവൻ്റാണ് നമ്മളെന്ത് നമുക്കുള്ള എ എന്ന് പറഞ്ഞ ഇവൻ്റാണ് എന്ത് പ്രൊഡക്റ്റ് ഈസ് ഡിഫക്റ്റീവ്, നമ്മൾ തിരഞ്ഞെടുത്ത പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ആണെന്നുള്ള ഇവൻ്റാണ് പി ഓഫ് എ. അപ്പോൾ ഇനി പി ഓഫ് എ ഗിവൺ B1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്ത എ എന്ന് പറഞ്ഞ ഡിഫക്റ്റീവായ പ്രൊഡക്റ്റ് മെഷീൻ മെഷീൻ 1 ആവാനുള്ള ചാൻസ്, അതാണ് പി ഓഫ് എ ഗിവൺ B1 എന്ന് പറയുന്നത് 2% ആണ്. അപ്പോൾ 2% നമ്മുടെ ടോട്ടൽ എയുടെ ഡിഫക്റ്റീവ്. അപ്പോൾ നമ്മളതിനെ പെർസെൻറ്റേജിലേക്ക് പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 2% മാറ്റുമ്പോൾ 2/100 ചെയ്യുമ്പോൾ 0.02 വരും. പി ഓഫ് എ ഗിവൺ B2 കേസിൽ 3/100 ചെയ്യുമ്പോൾ 0.03 വരും. പി ഓഫ് എ ഗിവൺ B2 കേസിൽ 4/100 ചെയ്യുമ്പോൾ 0.04 വരും. നമുക്ക് എന്തൊക്കെ കിട്ടി? പി ഓഫ് B1 കിട്ടി, പി ഓഫ് B2 കിട്ടി, പി ഓഫ് B3 കിട്ടി. അതുപോലെ തന്നെ പി ഓഫ് എ ഗിവൺ B1 കിട്ടി, പി ഓഫ് എ ഗിവൺ B2 കിട്ടി, പി ഓഫ് എ ഗിവൺ B3 കിട്ടി. ഓക്കെ, നമ്മുടെ ആദ്യത്തെ പ്രോബിലിറ്റി ടിയേഴ്സ് കം ഫ്രം മെഷീൻ എ എന്ന് വരെയുള്ള ചാൻസ് ചോദിക്കുന്നത്. മെഷീൻ എ എന്ന് പറയുമ്പോൾ B1 മെഷീൻ ബി എന്ന് ഡിഫക്റ്റീവ് വരെയുള്ള ചാൻസ്. അപ്പോൾ പി ഓഫ് B1 ഡിവൈഡ് ബൈ എ എന്ന് പറഞ്ഞ ഡിഫക്റ്റീവ് എൻ്റെ. അപ്പോൾ മെഷീൻ എ എന്ന് ഡിഫക്റ്റീവ് വരെയുള്ള ചാൻസ് പി ഓഫ് B1 ഗിവൺ എ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ വരിക? നമ്മൾ നേരത്തെ ബേസിൽ ഇക്വേഷൻ പഠിച്ച പോലെ പി ഓഫ് B1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B1 ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ B1 പ്ലസ് പി ഓഫ് B2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B2 പ്ലസ് പി ഓഫ് B3 ഇൻറ്റു എ ഗിവൺ B3. നമ്മുടെ ഡിനോമിനേറ്റർ നമ്മുടെ എല്ലാ സമ്മും എടുക്കണം. നമ്മുടെ B1ൻ്റെ B2ൻ്റെ B3ൻ്റെ കേസിലത്തെ 3 മെഷീനിൽ നിന്നും ഡിഫക്റ്റീവ് വരെയുള്ള ചാൻസസ് നമ്മൾ അടിയിൽ ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ പ്ലസ് ചെയ്തെടുക്കണം. മുകളിൽ നമ്മുടെ ഏത് മെഷീനാണോ ആ മെഷീനെ മാത്രം എടുത്താൽ മതി. അടിയിൽ നമ്മൾ എല്ലാ മെഷീൻ്റെയും കാര്യം എടുക്കണം കേട്ടോ. അപ്പോൾ മുകളിൽ നമ്മുടെ ഒന്നാമത്തെ ഏതാണ് എ എന്ന് വരെയുള്ള ചാൻസ്. അപ്പോൾ നമ്മൾ പി ഓഫ് B1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B എന്ന് പറഞ്ഞാൽ 0.02 ആണ്. അപ്പോൾ 0.6 ഇൻറ്റു 0.02 അപ്പോൾ ഓൾ ഡിവൈഡ് ബൈ 0.06 ഇൻറ്റു 0.02 പ്ലസ് 0.3 ഇൻറ്റു 0.03 പ്ലസ് 0.1 ഇൻറ്റു 0.04 ഓൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മുകളിൽ 0.01 കിട്ടും, 0.012 കിട്ടും, അടിയിൽ നമുക്ക് 0.025 കിട്ടും. നമ്മളത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.48 കിട്ടി. 0.48 ആണ് എന്ത് നമ്മുടെ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ഹാസ് കം ഫ്രം മെഷീൻ എ. മെഷീൻ എന്ന് ആവാനുള്ള ചാൻസ് ആണ് പി ഓഫ് B1 ഗിവൺ എ ആണ് 0.48. ഓക്കെ, മെഷീൻ 2ൻ്റെ കേസിലേക്ക് വരിക. പ്രോബിലിറ്റി ഹാസ് കം ഫ്രം മെഷീൻ ബി. മെഷീൻ ബി എന്ന് പറയുമ്പോൾ എന്താ പറയുക? മെഷീൻ ബിയിലെ എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവിൻ്റെ വരെയുള്ള ചാൻസ്. മെഷീൻ ബിയിൽ ഡിഫക്റ്റീവ് പി ഓഫ് B2 ഗിവൺ എ. ഓക്കെ, അപ്പോൾ B2 ഗിവൺ എന്ന് പറയുമ്പോൾ എന്താ വരിക? നമ്മുടെ ഇക്വേഷൻ പി ഓഫ് B2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B2 അല്ലേ? മുകളിൽ പി ഓഫ് B2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B2, കാരണം നമുക്ക് മെഷീൻ ബിൻ്റെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മുകളിൽ പി ഓഫ് B2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B2 ഡിവൈഡ് ബൈ നമ്മളെല്ലാത്തിൻ്റെയും പ്രോബിലിറ്റി അടിയിൽ നമ്മൾ പ്ലസ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ B1 കേസ് ചെയ്ത മതി. അപ്പോൾ പി ഓഫ് B1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B1 പ്ലസ് പി ഓഫ് B2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B2 പ്ലസ് പി ഓഫ് B3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B3. അപ്പോൾ നമുക്ക് മുകളിൽ പി ഓഫ് B2 എന്ന് പറഞ്ഞാൽ 0.3 ആണ്, ഇൻറ്റു എ ഗിവൺ B2 എന്ന് പറഞ്ഞാൽ 0.03 ആണ്. അത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 0.09 കിട്ടും, ഡിവൈഡ് ബൈ നമ്മൾ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഏതാ? 0.025 ആണ് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ 0.09 ഡിവൈഡ് ബൈ 0.025 ഈക്വൽ ടു 0.36 നമുക്ക് കിട്ടി. 0.36 ആണ് എന്ത് നമ്മുടെ പ്രോബിലിറ്റി ആയിട്ട് ഹാസ് കം ഫ്രം മെഷീൻ ബി. മെഷീൻ ബി എന്ന് വരെയുള്ള ചാൻസ് ആണ് 0.36. ഓക്കെ, ഇനി അടുത്തത് പ്രോബിലിറ്റി ഹാസ് കം ഫ്രം മെഷീൻ സി. മെഷീൻ സി എന്ന് വരെയുള്ള ചാൻസ്. മെഷീൻ സി എന്ന് വരെയുള്ള ചാൻസ് പറയുമ്പോൾ ഏതാ? മെഷീൻ സി എന്ന് പറഞ്ഞാൽ പി ഓഫ് B3 ആണ് നമ്മുടെ മെഷീൻ സി. അപ്പോൾ പി ഓഫ് B3 ഗിവൺ എ, സോറി ഇവിടെ B2 എന്ന് എഴുതിയിരിക്കുന്നത് തെറ്റാണ്. പി ഓഫ് B3 ഗിവൺ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ഓഫ് B3 ഗിവൺ എ ആണ്, അതായത് മെഷീൻ എ എന്ന് ഡിഫക്റ്റീവ് വരെയുള്ള ചാൻസ്. പി ഓഫ് B2 ഗിവൺ എ എന്ന് പറയുമ്പോൾ ഏതാ ഒരു ഇക്വേഷൻ? പി ഓഫ് B3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B3, കാരണം നമ്മുടെ എന്താ മൂന്നാമത്തെ മെഷീൻ കണ്ടുപിടിക്കുന്നത്. മൂന്നാമത്തെ മെഷീൻ ആണ് B3 മെഷീൻ. അപ്പോൾ പി ഓഫ് B3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B3 ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിഫക്റ്റീവും അതുപോലെ തന്നെ നമ്മുടെ അടിയിൽ നമ്മൾ ടോട്ടൽ പ്രോബിലിറ്റി നോക്കണം. അപ്പോൾ നമ്മുടെ എന്താ വരിക? പി ഓഫ് B3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B3 പറയുമ്പോൾ B3 പറയുന്നത് 0.1 ആണ്. പി ഓഫ് എ ഗിവൺ B3 പറയുന്നത് 0.04 ആണ് വരിക അല്ലേ? അപ്പോൾ മുകളിൽ 0.1 ഇൻറ്റു 0.04 എന്ന് കിട്ടി, ഡിവൈഡ് ബൈ നമ്മുടെ ടോട്ടൽ പ്രോബിലിറ്റി പറയുന്നത് 0.25 ആണ്, 0.025 ആണ്. അപ്പോൾ നമുക്കത് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.16 കിട്ടും. 0.16 ആണ് എന്ത് പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് ഈസ് ഗെറ്റ് ഫ്രം മെഷീൻ
3. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബേസ് തിയറത്തിൽ വെച്ചിട്ടുള്ള എസ്ഐ ക്വസ്റ്റ്യൻസ് വരിക. നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പി ഓഫ് എ, പി ഓഫ് ബി, പി ഓഫ് സി, അതായത് പി ഓഫ് A1 ആണെങ്കിൽ പി ഓഫ് A1, പി ഓഫ് B1, പി ഓഫ് B2, പി ഓഫ് B3 കണ്ടുപിടിക്കുക. എന്നിട്ട് പി ഓഫ് A ഗിവൺ B1 കണ്ടുപിടിക്കുക, പി ഓഫ് A ഗിവൺ B2 കണ്ടുപിടിക്കുക, പി ഓഫ് A ഗിവൺ B3 കണ്ടുപിടിക്കുക. എ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഇവൻ്റ് ആയിരിക്കും കേട്ടോ. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അത് ഏത് നിന്നാണ് വന്നിരിക്കുന്നത് ഓരോന്നിൻ്റെയും നമ്മൾ പി ഓഫ് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും, പി ഓഫ് B1 ഗിവൺ എ കണ്ടുപിടിക്കും, പിന്നെ എന്ത് കണ്ടുപിടിക്കുക, പി ഓഫ് B2 ഗിവൺ എ കണ്ടുപിടിക്കും, അടുത്തും പി ഓഫ് B3 ഗിവൺ എ കണ്ടുപിടിക്കും ബേസ് തിയറം യൂസ് ചെയ്തിട്ട്. ഇങ്ങനെയാണ് നമ്മുടെ എസ്ഐ ക്വസ്റ്റ്യൻസ് ബേസ് തിയറം വെച്ചിട്ട് ചെയ്യാം. ഓക്കെ.